എടി, ഇതാണോ നീ എല്ലാം മാനേജ് ചെയ്യുന്നു പറഞ്ഞത്? അതിനിപ്പോ എന്ത് പ്രശ്നം ഉണ്ടായേ? പ്രശ്നമൊന്നും ഉണ്ടായില്ലേ? ഇപ്പൊ ഞാൻ കണ്ടോണ്ട് വന്നതാ. ചേച്ചി ആണുങ്ങളാവുമ്പോ പെൺകുട്ടികളുടെ പുറകെ നടന്നൊക്കെ വരും. അത് നടന്നോട്ടെ, ഇത് അതുപോലല്ല. അവൻ നിന്നോട് പെരുമാറുന്നൊക്കെ കാണുമ്പോ ഇതങ്ങനെ വെറുതെ നടക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതെനിക്കും തോന്നുന്നില്ല. അവൻ സീരിയസ് ആണെന്നാ തോന്നണേ. എടി, ഇതെങ്ങനെ മായമേ അറിഞ്ഞാലുണ്ടല്ലോ. ഇതൊക്കെ ആ മായം അറിഞ്ഞപ്പോഴാ അന്ന് അവൻ വന്ന് കുറെ ഷോ ഇറക്കിയിട്ട് പോയത്. എന്നിട്ട് അതൊക്കെ അവൻ വന്ന് എന്നോടും പറഞ്ഞു. എടി, ഈ വീട്ടിൽ എന്തൊക്കെയാ അടി നടക്കുന്നത്? ഞാൻ മാത്രം ഇതൊക്കെ അറിയാതുള്ളൂ. ചേച്ചി വെറുതെ ആവശ്യമില്ലാത്ത ടെൻഷനൊന്നും എടുത്ത് വെക്കണ്ട. ഞാൻ കാരണം ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അതിപ്പോ നീ ഉണ്ടാക്കിയില്ലേലും അവൻ ആ പ്രശ്നം ഉണ്ടാക്കുന്നെങ്കിലും എല്ലാം കറങ്ങി തിരിഞ്ഞ് നിന്റെ തല തന്നെ വരില്ലേ? എന്റെ വായിൽ നാക്കല്ലേ കിടക്കണേ? ഞാനും വാ തുറന്ന് കാര്യം പറയും. എന്നാലും എനിക്ക് എന്തൊരു ഞാനിപ്പോ ഇവിടുന്ന് പോണെന്നാണെങ്കിൽ ഞാൻ പോയിക്കോളാം. അതല്ലേ നല്ലത്? ചേച്ചി ആണുങ്ങൾ പുറകെ കിടക്കുന്നു പറഞ്ഞ് പെണ്ണുങ്ങൾ ഓടാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അതിന് നേരം കാണും. അതൊക്കെ അതിന്റെ വഴിക്ക് വിട്ടേക്ക് ചേച്ചി. അത് വിട് ചേച്ചി. ഞാൻ ചെറിയൊരു സംശയം ചോദിക്കട്ടെ? ചോദിക്ക്. നീ എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞാണല്ലോ ഇവിടെ നിൽക്കുന്നത്. ശരിക്കും അതിന് തന്നെ ആണോടെ? അയ്യേ, ചേച്ചി എന്നെ ഇങ്ങനെയാണോ കണ്ടേക്കുന്നേ? ഞാനിവിടെ നിൽക്കുന്നേ എന്റെ ചേച്ചിക്ക് വേണ്ടി തന്നെയാ, അല്ലാണ്ട് വേറെ ഒരു ഉദ്ദേശം എനിക്കില്ല. ഇല്ലേ, കൊള്ളാം. എന്തോ നോക്കുന്നേ? ഇതെനിക്ക് നോക്കാൻ പാടില്ലേ? അങ്ങനെ ഇപ്പൊ നോക്കണ്ട. കൊള്ളാം, സോപ്പിടുന്നൊക്കെ കൊള്ളാം. ഇതോടെ ചിരിക്കുന്നത്? എനിക്ക് ചിരിക്കാനും പാടില്ലേ? നിന്റെ ചിരി കുറച്ച് കൂടുന്നുണ്ടോ എന്നുള്ളതാ എന്റെ സംശയം. നല്ലതും തോന്നും. പ്രായത്തിന്റെ. ആരുടെ പ്രായത്തിന്റെ? ആ, ഉറങ്ങുവാണോ? ഇവിടെ എല്ലാരും അച്ഛനമ്മ ഒന്നിപ്പിക്കാനുള്ള ഓട്ടത്തില്ല. അപ്പോഴാ അച്ഛൻ സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്നേ. ഒരു ബക്കറ്റ് വെള്ളം കോഴി ഒഴിച്ചാലോ? വേണ്ടടാ, ഒരു ബക്കറ്റ് മണ്ണെണ്ണ എടുത്ത് ഒഴിച്ചെന്നെ കത്തിക്ക്. ഒട്ടും കുറക്കാൻ നിക്കണ്ട. അത് ശരി, അച്ഛൻ ഉറങ്ങിയില്ലേ? എടാ, കുറച്ചു നേരം മനുഷ്യന് കണ്ണടച്ചൊന്ന് സമാധാനത്തോടെ കിടക്കാൻ സമ്മതിക്കൂലേ? അച്ഛൻ കിടക്കല്ലേ, ഇപ്പൊ വിശ്രമിക്കാനുള്ള സമയമല്ല. നമ്മളെല്ലാരും ഒറ്റക്കെട്ടിട്ട് നിൽക്കുന്ന സമയാ. നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഇത് എന്താണ്? അച്ഛന് നിരപരാധിത്വം തെളിയിക്കാനേ ഞങ്ങൾ മാത്രമല്ല, ത്രിവേണി കുഞ്ഞമ്മയും കൊച്ചച്ഛനും ഉണ്ട്. പ്രകാശന? ആണേ, കൊച്ചച്ചായന്റെ ആവശ്യത്തിന് വേണ്ടി പുറത്തു പോയിക്ക. ഓ, എന്നെ ഒറ്റ കൊടുക്കാനായിരിക്കും. ഒറ്റ കൊടുക്കാനോ? ആർക്ക്? അച്ഛൻ എന്തൊക്കെയാ അച്ഛൻ പറയുന്നേ? ഇവിടെ ഇനി പല പല പദ്ധതികളും പ്ലാൻ ചെയ്യും. അതിനെല്ലാത്തിനും അച്ഛൻ കൂടെ നിൽക്കണം. എല്ലാരും കൂടെ പ്ലാൻ ചെയ്ത് അവസാനം ആവണ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവോ? അതെന്താ അങ്ങനെ ഒരു ടോക്ക്? അപ്പൊ അച്ഛനും അമ്മയ്ക്ക് കോംപ്രമൈസ് ആവണ്ടേ? എനിക്ക് ആ പ്രതീക്ഷയൊക്കെ പോയടാ. നെഗറ്റീവ് ആവല്ലേ അച്ഛാ, എല്ലാം ഓക്കെ ആവും. കുഞ്ഞമ്മ, നമ്മളെല്ലാരും ഫുൾ പവറിൽ അച്ഛനെ അമ്മയെ ഒന്നിപ്പിക്കാൻ നോക്കുമ്പോ അച്ഛൻ പറ അച്ഛന്റെ പ്രതീക്ഷ എല്ലാം പോയെന്നോ? ഏട്ടൻ എന്തിനാ പേടിക്കണേ? ധൈര്യമായിട്ടിരിക്ക്. ത്രിവേണി, പിന്നെ എനിക്ക് നിങ്ങൾ പറയുന്നൊന്നും വിശ്വസിക്കേണ്ട കാര്യമില്ല. 10-15 വർഷം എന്റെ ചേച്ചി പറ്റിച്ചോണ്ടിരിക്കല്ലായിരുന്നു നിങ്ങള്. ഇനി നിങ്ങൾ പറയുന്ന വിശ്വസിക്കണ? എന്താടി കാര്യം? ഒന്നുമില്ല ചേച്ചി, ഇതൊക്കെ ഞാൻ ഡിലേ ചെയ്തിട്ടുണ്ട്. നീ വാ. ഇവിടെ ഇത്ര പെട്ടെന്ന് കാര്യം അറിയാ? അച്ഛാ, ഇതൊക്കെ കുഞ്ഞമ്മയുടെ നാടകാ. ഇതൊന്നും കണ്ട അച്ഛൻ ടെൻഷൻ ആവണ്ട. അമ്മയുടെ മുമ്പിൽ ഇനി കുഞ്ഞമ്മ ഷോ ഒക്കെ ഇറക്കും. അതൊന്നും മൈൻഡ് ചെയ്യണ്ട. അച്ഛൻ നിരപരാധിയാണെന്ന് 100% ഉറപ്പുള്ള തെളിവ് കിട്ടുന്നവരെ ഇതുപോലുള്ള നാടകങ്ങളൊക്കെ കാണേണ്ടി വരും.